Hello students, +1 Mathematics റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ റിലേഷൻ എന്താണെന്നും ഒരു റിലേഷൻ ഫങ്ഷൻ ആകുന്നത് എപ്പോഴെന്നും ഓൾജിബ്ര ഓഫ് ഫങ്ഷൻസ് എന്താണെന്നുമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് റിലേഷൻ. നമ്മളുടെ റിയൽ ലൈഫിൽ തന്നെ നമ്മൾ റിലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് റിലേഷൻ? ബ്രദർ ഓഫ്, ഫാദർ ഓഫ്, മദർ ഓഫ്, അതൊക്കെ എന്താണ്? റിലേഷൻസിന് എക്സാമ്പിൾസ് ആണ്. കൺസിഡർ ടു സെറ്റ്സ് എ ആൻഡ് ബി. എ ബി ടു സെറ്റ്സ് കൺസിഡർ ചെയ്താൽ സെറ്റ്സിനകത്ത് എലമെന്റ്സ് ആണ് ഉള്ളത്. ആ എയിലെ എലമെന്റ്സിന് ബിയിലെ എലമെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യണം. എലമെന്റ്സ് നമ്പേഴ്സ് ആണെങ്കിൽ രണ്ട് നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. 2, 3. 2വിനെയും 3നെയും നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? 2 ലെസ് ദാൻ 3 അല്ലെങ്കിൽ 2 + 1 = 3. അങ്ങനെ ഒരുപാട് റിലേഷൻസ് നമുക്ക് 2വിനെയും 3യും യൂസ് ചെയ്തിട്ട് എഴുതാൻ സാധിക്കും. അതേമാതിരി ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, ഫാക്ടർ ഓഫ്, മൾട്ടിപ്പിൾ, ഡിവൈസർ, ഇതൊക്കെ എന്താണ്? റിലേഷൻസിന് എക്സാമ്പിൾ ആണ്. നമുക്ക് ഒരു റിലേഷൻ എയിൽ നിന്നും ബിയിലേക്ക് എങ്ങനെ എഴുതുമെന്ന് നോക്കാം. കൺസിഡർ എ ഈക്വൽ ടു സെറ്റ് 1, 7, 8. B equal to set 5, 6, 10. Write the relation R from A to B. അത് ഇങ്ങനെ എഴുതിയാൽ മതി. R from A to B by the relation R defined by less than. Relation is from A to B. അപ്പൊ എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻ ലെസ് ദാൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? R equal to set of all 1 less than 5. കറക്റ്റ് ആണ്. എയിലെ എലമെന്റിന് ബിയിലെ എലമെന്റുമായിട്ടാണ് റിലേറ്റ് ചെയ്യേണ്ടത്. ലെസ് ദാൻ 1 ലെസ് ദാൻ 5 കറക്റ്റ് ആണല്ലോ. 1, 5. 1 ലെസ് ദാൻ 6, 1 തന്നെയാണ് ലെസ് ദാൻ. അപ്പോ 1, 6. 1 ലെസ് ദാൻ 10, that is 1, 10. 7 ലെസ് ദാൻ 5 കറക്റ്റ് അല്ല. 7 അല്ലല്ലോ ലെസ്. 7 ലെസ് ദാൻ 6ഉം കറക്റ്റ് അല്ല. 7 ലെസ് ദാൻ 10 അത് കറക്റ്റ് ആണ്. അപ്പൊ 7, 10. നെക്സ്റ്റ് 8 ലെസ് ദാൻ 5 കറക്റ്റ് അല്ല. 8 ലെസ് ദാൻ 6 കറക്റ്റ് അല്ല. 8 ലെസ് ദാൻ 10. ഓക്കെ, 8, 10. അപ്പൊ നമ്മൾ ഇവിടെ എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻ ലെസ് ദാൻ എഴുതി. അപ്പൊ ഇങ്ങനെയാണ് ഒരു റിലേഷൻ റോസ്റ്റർ ഫോമിൽ എഴുതുക. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? റിലേഷൻ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർസ് ആണ്. പക്ഷെ എയിൽ നിന്നും ബിയിലേക്കുള്ള എല്ലാ ഓർഡേർഡ് പെയർസും ആ റിലേഷനിൽ ഇല്ല. കുറച്ച് ഓർഡേർഡ് പെയർസ് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് എല്ലാ ഓർഡേർഡ് പെയർസ് ഉള്ള സെറ്റിന് നമ്മൾ എന്താ പറയാ? എ ക്രോസ് ബി. എ ക്രോസ് ബിയില് സം എലമെന്റ്സ് മാത്രമേ റിലേഷനിലുള്ളൂ. അപ്പോ കുറച്ച് എലമെന്റ്സ് മാത്രമുള്ള സെറ്റിനെ പറയുന്ന പേരെന്താണ്? സബ്സെറ്റ്. അപ്പോ എ റിലേഷൻ ഫ്രം A to B is a subset of A cross B. അപ്പൊ എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു റിലേഷൻ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. ഒരു ഇമ്പോർട്ടന്റ് റിലേഷൻ നമുക്ക് അവിടെ കിട്ടി. നെക്സ്റ്റ്, അപ്പൊ എത്ര റിലേഷൻ എയിൽ നിന്നും ബിയിലേക്ക് ഉണ്ടാകും? എത്ര സബ്സെറ്റ് ഉണ്ടോ അത്ര റിലേഷൻ ഉണ്ടാകും അല്ലെ? ഒരു സബ്സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിലേഷൻ ആയിരിക്കും. അപ്പൊ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി
equal to number of subsets of A cross B. How many subsets? 2 raised to n of A cross B. Hence, an important result, number of relations from A to B equal to 2 raised to n of A cross B. Number of relations from A to B equal to 2 raised to n of A cross B. Next, നമ്മൾ ഇവിടെ ഒരു റിലേഷൻ R എഴുതി. റിലേഷൻ R 1 5 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്. അപ്പൊ 1 5 is an element of R. 1 5 belongs to R. അങ്ങനെയാണെങ്കിൽ 5 is the image of 1. 5 image of 1. ഇവിടെ ഒരു മിറർ വെച്ചാൽ 5 എന്ന് പറഞ്ഞത് 1ന്റെ ഇമേജ് ആണ്. ഇനി 1 പ്രീ ഇമേജ്. 1 is പ്രീ ഇമേജ് ഓഫ് 5. അപ്പോ 5നെ ഇമേജ് എന്ന് പറയും, 1നെ പ്രീ ഇമേജ് എന്ന് പറയും. ഇനി ഈ റിലേഷനിലെ സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് ദി ഓർഡേർഡ് പെയർ ഈസ് ഡൊമെയിൻ. Domain equal to set of all first elements of the ordered pair. 1, 7, 8. അപ്പൊ ഫസ്റ്റ് എലമെന്റ്സ് ഏതൊക്കെയാണ്? 1, 7, 8. നെക്സ്റ്റ് റേഞ്ച് ഈസ് സെറ്റ് ഓഫ് സെക്കൻഡ് എലമെന്റ്സ് ഓഫ് ദി ഓർഡേർഡ് പെയർ. സെക്കൻഡ് എലമെന്റ്സ് 5, 6, 10. ഓർഡേർഡ് പെയേഴ്സിലെ ഫസ്റ്റ് എലമെന്റ്സിന് സെറ്റിനെ ഡൊമെയിൻ എന്നും സെക്കൻഡ് എലമെന്റ്സിന്റെ സെറ്റിനെ റേഞ്ച് എന്നും പറയും. നെക്സ്റ്റ്, ഇഫ് R is a relation from A to B, then B is codomain. B is codomain. അപ്പൊ R റിലേഷൻ ഫ്രം A to A ആണെങ്കിൽ A is the codomain. അപ്പൊ എവിടത്തേക്കാണോ ഇതിനെയാണ് എന്ത് പറയാ? കോഡൊമെയിൻ എന്ന് പറയുക. അപ്പോ രണ്ട് സെറ്റ് തന്നാൽ റിലേഷൻ എഴുതാൻ പഠിച്ചു. റിലേഷൻ A to B ആണെങ്കിൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് A ക്രോസ് B. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B ഈക്വൽ ടു 2 raised to n of A cross B. Next, 7, 10. 10 is the image of 7. 7 is the pre-image of 10. Set of first elements is domain. Set of second elements of the ordered pair is range. ഒരു റിലേഷൻ A to B ആണെങ്കിൽ B is codomain. Next problem. A equal to set 1, 2, 3, 4, etc. 14 വരെ define a relation R from A to A by R equal to set of all ordered pair x, y such that 3x minus y equal to 0. Write the relation R. Find domain, range and codomain. Depict the relation using arrow diagram. First relation roster form എഴുതാം. A. Relation is 3x minus y equal to 0. That is y equal to 3x. Y equal to 3x. x ന് ഈ സെറ്റിന് ഓരോ വാല്യൂസും കൊടുക്കുക. അപ്പോ നമുക്ക് എന്ത് കിട്ടും? y കിട്ടും. അപ്പൊ ഓർഡേർഡ് പെയർ എക്സ് വൈ എഴുതിയാൽ റിലേഷൻ R. അപ്പൊ R ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ 1, x equal to 1, then y equal to 3 into 1 equal to 3. X equal to 2, y equal to 3 into 2, 6. X equal to 3, y equal to 3 into 3, 9.
x equal to 4, y equal to 3 into 4 equal to 12, x equal to 5, y equal to 3 into 5 equal to 15. R is a relation from A to A. അപ്പോ സെക്കൻഡ് എലമെന്റ് ഏതിലുണ്ടായിരിക്കണം? എയിൽ ഉണ്ടായിരിക്കണം. പക്ഷെ 14 വരെ മാത്രമേ എ എന്ന് പറഞ്ഞ സെറ്റ് ഉള്ളൂ. ഹെൻസ് 15 നോട്ട് ബിലോങ്സ് ടു എ. അതുകൊണ്ട് 5 എന്തില്ല? ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് R ക്ലോസ് ചെയ്യാം. അപ്പൊ R ഈക്വൽ ടു 1 3 2 6 3 9 4 12. നെക്സ്റ്റ് ഡൊമെയിൻ. What is domain? Domain is set of all first element 1 2 3 4. Range equal to second elements 3 6 9 2. 3 6 9 2. R A യിൽ നിന്നും A യിലേക്കാണെങ്കിൽ കോഡൊമൈൻ ഈക്വൽ ടു A. കോഡൊമൈൻ ഈക്വൽ ടു എ. നെക്സ്റ്റ് റിലേഷൻ ആരോ ഡയഗ്രത്തിൽ എഴുതണം. അപ്പൊ ആരോ ഡയഗ്രത്തിൽ എങ്ങനെ എഴുതുക നോക്കാം. ആദ്യം നമ്മള് രണ്ട് സെറ്റ് വരക്കണം. ഈ 14 എലമെന്റ്സും ഒരു കോളായിട്ട് എഴുതാൻ പറ്റണം. 1 2 3 4 5 6 7 8 9 13 14. Here also 1 2 3 4 5 6 7 8 14. This A രണ്ട് സെറ്റില് എ എഴുതുക. ഒരു ആരോ വരച്ചിട്ട് the relation is from R എന്ന് പറഞ്ഞ റിലേഷൻ. ഇനി 1 3 ഓൾഡ് പേർ ആറിലുണ്ടെങ്കിൽ 1ൽ നിന്നും 3ലേക്ക് ഒരു ആരോ വരക്കുക. 2 6 ഇപ്പൊ 2ൽ നിന്നും 6ലേക്ക് ആരോ വരക്കുക. 3ൽ നിന്നും 9ലേക്ക് ആരോ ആൻഡ് 4 to 12. This is arrow diagram. This visual representation of relation. അതിനെയാണ് ആരോ ഡയഗ്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഫംഗ്ഷൻ. Consider 3 relations R1, R2, R3. 3 റിലേഷൻ. അപ്പൊ ഒരു റിലേഷൻ ഫംഗ്ഷൻ ആകുന്നത് എപ്പോഴാണെന്ന് നോക്കാം. What are the conditions need when a relation becomes a function? Here R1 is not a function. It is not a function. This one also not a function. This is a function. അപ്പൊ ഇതും ഫംഗ്ഷൻ അല്ല, ഇതും ഫംഗ്ഷൻ അല്ല, ഇത് മാത്രമേ ഫംഗ്ഷൻ ആയിട്ടുള്ളൂ. Here 3 image 1, 4 in image 2, 5 in image 2. ഇവിടെ 3 in image 2, 5 in image 2. പക്ഷെ 4 എന്ന് പറഞ്ഞ എലമെന്റിന് എന്തില്ല? ഇമേജ് ഇല്ല. അതുകൊണ്ട് എല്ലാ എലമെന്റിനും എന്തുണ്ടായിരിക്കണം? ഇമേജ് ഉണ്ടായിരിക്കണം. Every element in A has image. അപ്പൊ ഒരു റിലേഷൻ ഫംഗ്ഷൻ ആകണമെങ്കിൽ എല്ലാ എലമെന്റിനും എന്തുണ്ടായിരിക്കണം? ഇമേജ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് 3യുടെ ഇമേജ് 1, again 3യുടെ ഇമേജ് 2. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. 4 3 5 4. പക്ഷെ 3ക്ക് എത്ര ഇമേജ്? 2 ഇമേജ് 3 എന്ന് പറഞ്ഞ എലമെന്റിനുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത് ഫംഗ്ഷൻ അല്ലാത്തത്. ഹെൻസ് every element has unique image. So unique image. അപ്പൊ നമുക്ക് ഫംഗ്ഷണൽ ഡെഫിനിഷൻ പറയാലോ. എ റിലേഷൻ R from A to B is a function if every element of A has a unique image. എയിലെ എല്ലാ എലമെന്റ്സിനും
ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. ഒരു ഇമേജ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു റിലേഷൻ തന്നിട്ട് അത് ഫംഗ്ഷൻ ആണോന്ന് ചെക്ക് ചെയ്യണം. കൺസിഡർ റിലേഷൻ ആർ ഈക്വൽ ടു സെറ്റ് 2 1 3 1 4 2. ഈ റിലേഷൻ ഫംഗ്ഷൻ ആണോ? 2 3 4 എല്ലാ എലമെന്റ് ഇമേജ് ഉണ്ട് അല്ലെ? ഒന്നിൽ കൂടുതൽ ഇമേജ് ഇല്ലാലോ. അപ്പോ എലമെന്റ്സിനൊക്കെ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. ഹെൻസ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. നെക്സ്റ്റ് കൺസിഡർ അനദർ വൺ. ആർ ഈക്വൽ ടു സെറ്റ് 2 2 2 4 3 3 3 4. Is it a function? What is the image of 2? 2 2 2 4. 2 has two images, 2 and 4. 2 എന്ന് പറഞ്ഞ എലമെന്റിന് രണ്ട് ഇമേജ് ഉണ്ട്. 2 ഇമേജ് ആണ്, 4 ഇമേജ് ആണ്. 3ക്കും അതേ രീതിയിൽ 3 ഇമേജ് ആണ്, 4 ഇമേജ് ആണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ ഇമേജസ് ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. അപ്പോ ഒരു റിലേഷൻ ഫംഗ്ഷൻ ആകണമെങ്കിൽ ഇതേ രീതിയിൽ തന്നാൽ ഈ എലമെന്റ് എന്ത് ചെയ്യാൻ പാടില്ല? ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ഇമേജ് എന്നല്ലേ. അപ്പൊ ഫസ്റ്റ് എലമെന്റ് എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് സെക്ഷൻ ഓൾജിബ്ര ഓഫ് ഫംഗ്ഷൻ. ഇപ്പൊ 2 ഫംഗ്ഷൻസ് തന്നാൽ സമ്മ്, ഡിഫറൻസ്, പ്രോഡക്റ്റ് ആൻഡ് ഡിവൈഡഡ് ബൈ. ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇപ്പൊ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. എഫ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. എഫ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ഒരു എക്സാമ്പിൾ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ജി ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 1. Then what is f plus g, f minus g, f into g, f by g. F plus g of x equal to, by definition, f of x plus g of x equal to, substitute f of x and g of x. First ഇതിന്റെ definition എഴുതാം. എന്നിട്ട് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. നെക്സ്റ്റ് എഫ് മൈനസ് ജി ഓഫ് എക്സ്. എഫ് മൈനസ് ജി ഓഫ് എക്സ് അതിന്റെ ഡെഫിനിഷൻ എഴുതുക. എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ. നമുക്കറിയാം മൈനസ് ഇടുമ്പോൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇടണം. മൈനസ് 2x പ്ലസ് 1 ഈക്വൽ ടു, ഈ മൈനസ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1. നെക്സ്റ്റ് എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു, ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു 2x പ്ലസ് 1. എ ഇൻറ്റു ബി പ്ലസ് സി. ഇപ്പൊ എക്സ് സ്ക്വയർ കൊണ്ട് ഈ രണ്ട് എലമെന്റിനെയും ഇൻറ്റു ചെയ്യണം. എക്സ് സ്ക്വയർ ഇൻറ്റു 2x 2x ക്യൂബ്. എക്സ് സ്ക്വയർ ഇൻറ്റു 1 എക്സ് സ്ക്വയർ. ലാസ്റ്റ് ഡിവിഷൻ എഫ് by g of x equal to f of x by g of x. Substitute ചെയ്താ x square divided by 2x plus 1. x square by 2x plus 1. സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല.
അപ്പോ ഓൾജിബ്ര ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ഇൻറ്റു ജി, എഫ് ബൈ ജി, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തരും. അപ്പോ പ്ലസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷനും ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ രണ്ട് ഫംഗ്ഷനും എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക, പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, ഇതെന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് ഓൾജിബ്ര ഓഫ് ഫംഗ്ഷൻസ് ചെയ്യേണ്ടത്.